ലോകമെമ്പാടും ഡിജിറ്റൽ പണമിടപാടുകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക രംഗത്ത് സുപ്രധാനമായ ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് UAE. രാജ്യത്തെ ബാങ്കുകളും ലൈസൻസ് ഉള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കൾക്കായി ജയ്വാൻ എന്ന പേരിൽ പുതിയൊരു ദേശീയ പേയ്മെന്റ് കാർഡ് വിതരണം ചെയ്യാൻ തുടങ്ങി എന്നത് വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനും സെൻട്രൽ ബാങ്ക് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. വിദേശ പേയ്മെന്റ് നെറ്റ്വർക്കുകളെ ആശ്രയിക്കുന്നത് കുറച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വരും മാസങ്ങളിൽ ഘട്ടം ഘട്ടമായി എല്ലാവരിലേക്കും എത്തുന്ന ഈ പുതിയ പേയ്മെന്റ് സംവിധാനം UAEയിലെ സാമ്പത്തിക മേഖലയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഒരു വലിയ നാഴികക്കല്ലാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രവാസികളെ ഈ മാറ്റം എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ബാധിക്കാൻ പോകുന്നത് എന്നത് നാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UAE സെൻട്രൽ ബാങ്കിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ് ആണ് ജയ്വാൻ കാർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാലങ്ങളായി നാം ഉപയോഗിക്കുന്ന വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ ആഗോള പേയ്മെന്റ് ശൃംഖലകൾക്ക് പകരമായി പൂർണ്ണമായും UAEയിൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു തദ്ദേശീയ പണമിടപാട് സംവിധാനമാണിത്. അന്താരാഷ്ട്ര നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇടപാടുകളുടെയും വിവരങ്ങൾ വിദേശ നെറ്റ്വർക്കുകളിലെ സെർവറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ജയ്വാൻ വരുന്നതോടെ ഇടപാടുകൾ വേഗത്തിലാക്കാനും പൗരന്മാരുടെയും പ്രവാസികളുടെയും വ്യക്തിഗത വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമായി രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കാനും സാധിക്കും. സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കിയ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റൂപേ കാർഡുകൾക്ക് സമാനമായ ഒരു ആശയമാണ് ഇതെന്ന് പറയാം. വിവിധ ബാങ്കുകൾ അവരുടെ ഉപഭോക്താക്കൾക്കായി പല രൂപത്തിലാണ് ജയ്വാൻ കാർഡുകൾ പുറത്തിറക്കുന്നത്. ഉദാഹരണത്തിന് ഫസ്റ്റ് അബുദാബി ബാങ്ക് തങ്ങളുടെ അക്കൗണ്ട് ഉടമകൾക്കായി ജയ്വാൻ ഡെബിറ്റ് കാർഡുകൾ അവതരിപ്പിച്ചപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ് റീറ്റെയിൽ ഉപഭോക്താക്കൾക്കായി പ്രത്യേക പ്രീപെയ്ഡ് കാർഡുകളാണ് നൽകുന്നത്. ഡെബിറ്റ് കാർഡുകൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ പ്രീപെയ്ഡ് കാർഡുകളിൽ മുൻകൂട്ടി പണം നിക്ഷേപിച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ബജറ്റ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ്. ഇതിനു പുറമെ രാജ്യത്തെ പ്രമുഖ പേയ്മെന്റ് ഗേറ്റ്വേ ആയ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ തങ്ങളുടെ ആയിരക്കണക്കിന് ഓൺലൈൻ വ്യാപാരികൾക്ക് ജയ്വാൻ മുഖേനയുള്ള ഓൺലൈൻ പേയ്മെന്റുകൾ സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, സൂപ്പർ മാർക്കറ്റുകളിലെ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ, ATMകൾ, സ്മാർട്ട് ഫോണുകളിലെ ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവയിലെല്ലാം ഈ കാർഡ് യാതൊരു തടസ്സവുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. UAEയിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജയ്വാന് കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇടപാടുകളുടെ ചെലവ് ഗണ്യമായി കുറയുന്നു എന്നതാണ്. വിദേശ നെറ്റ്വർക്കുകൾ വഴി പണമിടപാട് നടത്തുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്നോ വ്യാപാരികളിൽ നിന്നോ ഈടാക്കുന്ന ഉയർന്ന ഫീസുകൾ ഇവിടെ ഒഴിവാക്കപ്പെടുന്നു. അതിനാൽ തന്നെ നാട്ടിലേക്ക് പണമയക്കുന്നതുൾപ്പെടെയുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കുന്നത് പ്രവാസികൾക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകും. അതുമാത്രമല്ല, യാത്ര, ഷോപ്പിംഗ്, വിനോദം തുടങ്ങിയ മേഖലകളിൽ വിവിധ കമ്പനികളുമായി ചേർന്ന് വലിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ജയ്വാൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാക്കുമെന്ന് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. മാളുകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴോ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്ന പ്രത്യേക ക്യാഷ് ബാക്കുകളോ റിവാർഡ് പോയിന്റുകളോ സാധാരണക്കാർക്ക് സാമ്പത്തികമായി ഏറെ ഗുണം ചെയ്യും. മലയാളികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതും അഭിമാനകരവുമായ മറ്റൊരു കാര്യം ജയ്വാൻ കാർഡും ഇന്ത്യയുടെ സ്വന്തം നെറ്റ്വർക്കായ റൂപേയും തമ്മിലുള്ള സാങ്കേതികമായ ബന്ധമാണ്. UAEയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രായോഗിക ഗുണം എന്തെന്നാൽ UAEയിൽ നിന്നുള്ള ജയ്വാൻ കാർഡ് ഇന്ത്യയിലും ഇന്ത്യയിലെ റൂപേ കാർഡ് UAEയിലും പരസ്പരം ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ്. അവധിക്ക് നാട്ടിൽ പോകുന്ന പ്രവാസികൾ തങ്ങളുടെ വിദേശ ബാങ്ക് കാർഡുകൾ ഇന്ത്യയിലെ ATMകളിലോ കടകളിലോ ഉപയോഗിക്കുമ്പോൾ വലിയൊരു തുക കറൻസി കൺവേർഷൻ ഫീസായും നെറ്റ്വർക്ക് ഫീസായും ഈടാക്കാറുണ്ട്. എന്നാൽ ജയ്വാൻ കാർഡ് ഉപയോഗിച്ച് നാട്ടിൽ നേരിട്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ ഇത്തരം ഭീമമായ സർവീസ് ചാർജുകൾ പൂർണ്ണമായും ഒഴിവാക്കാനും വളരെ വേഗത്തിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനും സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ആയതിനാൽ സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഇടപാടുകൾ നടന്നാൽ അത് വളരെ വേഗത്തിൽ കണ്ടെത്താനും കാർഡ് ബ്ലോക്ക് ചെയ്യാനും ഈ അത്യാധുനിക സിസ്റ്റത്തിന് സാധിക്കും. സ്മാർട്ട് ഫോണുകളിൽ കാർഡ് വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ടോക്കണൈസേഷൻ സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജയ്വാൻ കാർഡ് UAEക്കും ഇന്ത്യക്കും പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന സംശയം സാധാരണമാണ്. ഇതിനും കൃത്യമായ പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ആഗോള യാത്രക്കാർക്കായി വിസ, മാസ്റ്റർ കാർഡ്, യൂണിയൻ പേ തുടങ്ങിയ ആഗോള നെറ്റ്വർക്കുകളുമായി സഹകരിച്ച് കോ ബാഡ്ജിംഗ് കാർഡുകളും അൽ ഇത്തിഹാദ് പേയ്മെന്റ് പുറത്തിറക്കുന്നുണ്ട്. ഇത്തരം കോ ബാഡ്ജ്ഡ് കാർഡുകൾ കൈവശമുള്ളവർ
അവർക്ക് ലോകത്തെവിടെയും ഒരു തടസ്സവുമില്ലാതെ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ജയ്വാൻ കാർഡിന്റെ വരവ് UAEയുടെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ സ്വതന്ത്രമാക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെ വളരെ ലളിതവും സുരക്ഷിതവുമാക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള പേയ്മെന്റ് ശൃംഖലയുടെ ലയനം മലയാളികൾക്ക് നാട്ടിലെത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ് നൽകുന്നത്. വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള ഒരു സാമ്പത്തിക ഭാവിയാണ് ഇതിലൂടെ UAE സൃഷ്ടിച്ചെടുക്കുന്നത്. വരും നാളുകളിൽ തങ്ങളുടെ ബാങ്കുകളിൽ നിന്നും സ്വന്തം പേരിൽ ഒരു ജയ്വാൻ കാർഡ് കൈപ്പറ്റുമ്പോൾ അത് കേവലം ഒരു പ്ലാസ്റ്റിക് കാർഡ് മാത്രമല്ലെന്നും മറിച്ച് നമ്മുടെ എല്ലാം പണമിടപാടുകളെ കൂടുതൽ ലാഭകരമാക്കുന്ന പുതിയൊരു ഡിജിറ്റൽ യുഗത്തിന്റെ താക്കോൽ കൂടിയാണെന്നും നാം തിരിച്ചറിയണം. കാർഡ് ലഭിക്കുമ്പോൾ അതിന്റെ ബാങ്ക് ഫീസുകൾ, കോ-ബാഡ്ജഡ് സൗകര്യങ്ങൾ എന്നിവ ചോദിച്ചറിയാനും സുരക്ഷിതമായി ഉപയോഗിക്കാനും ഓരോ പ്രവാസിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.